വിലാപങ്ങൾ 3:35-36 വാക്യങ്ങളിൽ അത്യുന്നതന്റെ സന്നിധിയിൽ മനുഷ്യന്റെ ന്യായം മറിച്ചുകളയുന്നതും മനുഷ്യനെ വ്യവഹാരത്തിൽ തെറ്റിച്ചു കളയുന്നതും കർത്താവ് കാണുകയില്ലയോ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ന്യായം കിട്ടേണ്ടിയ ഇടത്തുനിന്നും ന്യായം കിട്ടാതെ പോയതിനാൽ ഹൃദയത്തിൽ ദുഃഖവും മനോഭാരവുമുള്ള ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ലഭിക്കേണ്ടിയ ന്യായം മറ്റുള്ളവർ മറിച്ചുകളയുന്നത് ദൈവമായ കർത്താവ് കാണുന്നതിനാൽ നിങ്ങൾ സങ്കടപ്പെടാതെ ധൈര്യമായിരിക്കുക. നിശ്ചയമായും ദൈവം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് സങ്കീർത്തനം 17:1 യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോസ്തോല പ്രവർത്തികൾ 8:32-33 വാക്യങ്ങളിൽ അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്രിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു, അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി എന്നും 1 പത്രോസ് 2:23 തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഭരമേൽപ്പിക്കുകയത്രേ ചെയ്തത് എന്നും നമ്മളുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവല്ലോ. ഇത്രയും കാഠിന്യമേറിയ പ്രതിസന്ധിയിലായിട്ടും ആരോടും ഒരു വാക്കുപോലും പ്രതികരിക്കാതെ ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഭരമേൽപ്പിച്ചെങ്കിൽ ഫിലിപ്പ്യർ 2:9 അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതിനാൽ ദൈവം നിങ്ങൾക്കു വേണ്ടിയും പ്രവർത്തിക്കും. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ഈ കർത്താവിൽ ആശ്രയിച്ചും ദൈവ ഇഷ്ടം ചെയ്തും അനുദിനം നമുക്കും ജീവിക്കാം. കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ. God bless you.